മിശിഹായിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ ത്രിത്വസഭയുടെ സ്ഥാപകനും 12-ാം നൂറ്റാണ്ടിൽ വിമോചന പ്രസ്ഥാനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വിശുദ്ധ ജോൺ ദെമാത്തയെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. 2012 ഒക്ടോബർ മാസം 7 വിശുദ്ധാത്മാക്കളെ വിശുദ്ധരുടെ നിരയിലേക്ക് ഉയർത്തുന്ന ചടങ്ങിൽ വെച്ച് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയുണ്ടായി: ക്രിസ്തുവുമായി അനുരൂപപ്പെടുവാൻ മനുഷ്യാത്മാക്കൾ തങ്ങളുടെ ജീവിതങ്ങളിലൂടെ കാണിക്കുന്ന സാഹസമാണ് അവരെ വിശുദ്ധിയിലേക്ക് ഉയർത്തുന്നത്. വിശുദ്ധ ജോൺ ദെമാത്തയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം കാണുന്നതും ഇതുതന്നെയാണ്. അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ വെല്ലുവിളികൾ തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചപ്പോഴും ക്രിസ്തുവുമായി അനുരൂപപ്പെടുവാനും ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിലെ പരിപരുത്ത പ്രതലങ്ങളിൽ പ്രദർശിപ്പിക്കുവാനും അദ്ദേഹം കാണിച്ച സാഹസമാണ് അദ്ദേഹത്തെ വിശുദ്ധിയുടെ പടവിലേക്ക് ഉയർത്തിയത്. എവിടെയോ കേട്ട ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ പാശ്ചാത്യരും പൗരസ്ത്യരും തമ്മിൽ ഒരു വാഗ്വാദം നടന്നു. ചിത്രകലയിൽ ആർക്കാണ് കൂടുതൽ പ്രാഗൽഭ്യം എന്നതിനെക്കുറിച്ചായിരുന്നു അവരുടെ തർക്കം രാജാവിൻ്റെ ചെവികളിലെത്തി. രാജാവ് ഇതിന് തീർപ്പ് കൽപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇരുകൂട്ടരെയും രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി രാജകൊട്ടാരത്തിലെ വലിയ ഒരു മുറി അദ്ദേഹം ഭാഗിച്ചു കൊടുക്കുകയാണ്. കർട്ടനിട്ട് ഭാഗിച്ചു കൊടുത്തു. ഭിത്തിയിൽ 3 ദിവസം കൊണ്ട് അവരുടെ കഴിവും മികവും തെളിയിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. എല്ലാവരും കരുതി പാശ്ചാത്യർ വിജയിക്കും, കാരണം അത്യാധുനികമായ എല്ലാ സംവിധാനങ്ങളുടെയും സഹായം പാശ്ചാത്യർക്കുണ്ടല്ലോ. പൗരസ്ത്യരെക്കുറിച്ച് പൊതുവെ പറയുന്നത് മടിയന്മാരാണ് എന്നാണ്. ഇത് 3-ാമത്തെ ദിവസം അവസാന മണിക്കൂറുകളായി മണിനാഥം മുഴങ്ങി രാജാവും അതിൻ്റെ നിഗമനങ്ങൾ നടത്തുവാനുള്ള മറ്റു വ്യക്തികളുമൊക്കെ മുറിയിലേക്ക് ആഗതരാവുകയാണ്. ആദ്യം അവർ കടന്നു ചെല്ലുന്നത് പാശ്ചാത്യർ വരച്ച ചിത്രം കാണാനായിട്ടാണ്. ഭിത്തിയിൽ അതിമനോഹരമായൊരു ചിത്രമാണ് അവർക്ക് കാണുവാൻ സാധിച്ചത്. എല്ലാവർക്കും സന്തോഷമായി. അവർ പൗരസ്ത്യർ വരച്ച ചിത്രം കാണുവാൻ മുറിയിലേക്ക് കടക്കുമ്പോൾ കാണുന്നത് ശൂന്യമായ ഒരു പ്രതലമാണ്. കണ്ടവരൊക്കെ ഊറിച്ചിരിച്ചു. സാവധാനം കർട്ടൻ മാറ്റപ്പെട്ടു. അവർ ഇതാ അതിമനോഹരമായ ഒരു ചിത്രം പ്രതലത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. അവസാനം വിധി പ്രസ്താവിച്ചു: പൗരസ്ത്യർ വിജയികൾ. എങ്ങനെ പൗരസ്ത്യർ വിജയം കൊയ്തു എന്നതായിരുന്നു എല്ലാവരുടെയും സംശയം. പൗരസ്ത്യർ ഈ 3 ദിവസം കൊണ്ട് ചിത്രകലയൊന്നും ഭിത്തിയിൽ ചെയ്തില്ല. ആ പരിപരുത്ത പ്രതലത്തെ തേച്ച് മിനുസപ്പെടുത്തി കണ്ണാടി പോലെയാക്കി പാശ്ചാത്യർ വരച്ച ആ ചിത്രം ഇതിൽ പതിച്ചപ്പോൾ അത് അതിമനോഹരമായി. ഇറ്റ് വാസ് ബെറ്റർ ദാൻ ദി ഒറിജിനൽ. അങ്ങനെയാണ് അവർ വിജയം കൊയ്തത്. ക്രൈസ്തവരെന്ന നിലയിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലൂടെ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുവാൻ, ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാനുള്ള വിളിയും ദൗത്യവും നമ്മളൊക്കെ ഭരമേൽപ്പിക്കപ്പെട്ടവരാണ്. മാമോദീസായിലൂടെയും മറ്റു കൂദാശകളിലൂടെയും ഒക്കെ ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഈ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലൂടെ അനുകരിക്കാനാണ്. വിശുദ്ധ ജോൺ ദെമാത്തയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നതും ഇതുതന്നെയാണ്. തൻ്റെ ജീവിതത്തിലെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിൽ, തൻ്റെ ജീവിതത്തെ തേച്ച് മിനുസപ്പെടുത്തി, തൻ്റെ ജീവിതത്തിലെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിൽ ക്രിസ്തുവിനെ അദ്ദേഹം വീരോചിതമായി രൂപാന്തരപ്പെടുത്തി. യെശയ്യാ പ്രവാചകന്റെ പ്രവചനം ഈ ജീവിതത്തിലൂടെ പൂർത്തിയാവുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നീതിമാനായ മനുഷ്യൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരുന്നു വിശുദ്ധ ജോൺ ദെമാത്തയുടേത്. വിശ്വാസ വർഷ സമാപനത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി: ഒരു ക്രൈസ്തവൻ അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കണം. കൊളോസ്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12 മുതൽ 20 വരെയുള്ള വചനഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടായിരുന്നു മാർപ്പാപ്പ ആവശ്യപ്പെട്ടത്. ക്രിസ്തു ഒരു വ്യക്തിയുടെ ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവർത്തികളുടെയും കേന്ദ്രമാകണം. വിശുദ്ധ ജോൺ ദെമാത്ത ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവർത്തികളുടെയും ഒക്കെ ഉറവിടവും കേന്ദ്രവും ക്രിസ്തു തന്നെയാണ്. അതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കിയത്. ക്രിസ്തുവുമായി അനുരൂപപ്പെടുവാനും ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിലെ പരിപരുത്ത പ്രതലങ്ങളിൽ
പ്രദർശിപ്പിക്കുവാൻ, പ്രതിഫലിപ്പിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചതും. വിശുദ്ധ ജോൺ ദെമാത്തയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ച ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ക്രിസ്തുവിനായി സ്വജീവൻ നഷ്ടപ്പെടുത്തിയവൻ. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവർക്ക് അത് രക്ഷിക്കും. യേശുവിൻ്റെ അതിശക്തമായ വാക്കുകളിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ച് കാലഘട്ടങ്ങൾ ഉയർത്തിയ നിറഭേദങ്ങളിലൊന്നും ആകൃഷ്ടനാകാതെ ക്രിസ്തുവിനെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തിയവനാണ് വിശുദ്ധ ജോൺ ദെമാത്ത. അടിമകളോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അത്രയധികം സ്വാധീനിച്ചു. ക്രിസ്തുവിനെ പ്രതി എല്ലാം ഉച്ഛിഷ്ടമായി കരുതുകയാണ്. ജൂൺ 24 വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നു. ജൂൺ 23-നായിരുന്നു 1150 ജൂൺ 23-നാണ് വിശുദ്ധ ജോൺ ദെമാത്ത ജനിച്ചത്. ജോൺ എന്ന വാക്കിൻ്റെ അർത്ഥം കൃപ എന്നാണ്. യൂഫിൻ മാർത്ത കുടുംബത്തിലേക്ക് ഒഴുകിയ ദൈവത്തിൻ്റെ കൃപയായിരുന്നു വിശുദ്ധ ജോൺ ദെമാത്ത. സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അവൻ തനിക്ക് ലഭിച്ച സമ്പത്തും സൗഭാഗ്യങ്ങളുമൊക്കെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ സർവവും ഉപേക്ഷിക്കുന്ന രംഗമാണ് ആരംഭഘട്ടങ്ങളിൽ നാം കാണുക. വീണ്ടും ആ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പാരീസ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക വൃത്തി ചെയ്ത് അദ്ദേഹം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അതും നഷ്ടപ്പെടുത്തുകയാണ്. വൈദികനായതിനു ശേഷം പരിശുദ്ധ തൃത്വസഭ സ്ഥാപനത്തിനു ശേഷം ഇന്നസെന്റ് മൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന് കർദിനാൾ പദവി വരെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എങ്കിലും അടിമകളോടുള്ള സ്നേഹം നിമിത്തം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഔദ്യോഗികതകളെല്ലാം ഉച്ഛിഷ്ടമായി കരുതുന്ന വിശുദ്ധ ജോൺ ദെമാത്തയെയാണ് നാം കാണുക. ക്രിസ്തുവിനെ പ്രതി സർവവും നഷ്ടപ്പെടുത്തിയവനായിരുന്നു വിശുദ്ധ ജോൺ ദെമാത്ത. രണ്ടാമതായി, വിശുദ്ധ ജോൺ ദെമാത്ത വിശുദ്ധ കുർബാനയുടെ ദാസനായിരുന്നു. യേശു അരുളി ചെയ്ത വചസ്സുകൾ തങ്ങൾക്ക് ഭാരമാണു എന്ന് തോന്നിയ ശിഷ്യന്മാർ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. ഈ സമയം യേശു മറ്റു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാമത്തെ വചനത്തിലൂടെ, നിങ്ങളും എന്നെ ഉപേക്ഷിച്ച് പോകുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന്. ഉടനെ പത്രോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ഗുരു, ഞങ്ങൾ എങ്ങോട്ട് പോകും? അങ്ങയുടെ പക്കലാണല്ലോ ജീവന്റെ വചസ്സുകളുള്ളത്. ജീവന്റെ വചസ്സുകൾ ക്രിസ്തുവിലാണെന്ന് തിരിച്ചറിയുന്ന ജോൺ തൻ്റെ ബാല്യം മുതൽ യേശുവിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. പ്രാർത്ഥന അന്തരീക്ഷത്തിൽ വളർന്ന ജോൺ ആരംഭം മുതൽ ദൈവസന്നദ്ധിയിൽ ആയിരിക്കുവാൻ വ്യഗ്രത കാണിച്ച വ്യക്തിയാണ്. തൻ്റെ പ്രാഥമിക പഠനകാലത്തൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരിക്കുകയും ഏകാഗ്രതയോടെ മണിക്കൂറുകൾ ആ സന്നദ്ധിയിൽ ചെലവഴിക്കുവാനായിട്ട് ജോൺ സമയം കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ നാം കാണുന്നതും ഇത് തന്നെയാണ്. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അദ്ദേഹം നീണ്ട സമയങ്ങൾ ചിലവഴിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ കരുത്തുറ്റതാക്കിയതും ഈ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഥമ ബലി അർപ്പണ സമയത്ത് അദ്ദേഹം യേശുവിൻ്റെ ശരീരവും രക്തവും ഉയർത്തി പ്രാർത്ഥിക്കുന്ന നേരം അദ്ദേഹം നിശ്ചലനും നിർനിമേഷനുമായി നിൽക്കുന്നുണ്ട്. ഒരു ദിവ്യ ദർശനത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിൽ അവിടെ വെച്ചാണ് വിശുദ്ധ ജോൺ ദെമാത്തയുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ആരംഭിക്കുക. വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതാ വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗത്ത് വെച്ച് അദ്ദേഹത്തിന് ദൈവികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയാണ്. ദിവ്യ വിമോചകനായ ക്രിസ്തു 2 അടിമകളെ കൈമാറുന്ന ഒരു രംഗമായിരുന്നു അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചത്. അതുകണ്ട് നിശ്ചലനായി നിന്ന അദ്ദേഹത്തെ സഹവൈദികർ തട്ടിയുണർത്തുകയും വിശുദ്ധ കുർബാന തുടരുവാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മെത്രാനോട് അദ്ദേഹത്തിൻ്റെ ദർശനത്തെക്കുറിച്ച് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇങ്ങനെ സഭയുടെ ഔദ്യോഗികമായ അംഗീകാരത്തിന് വേണ്ടി 1198 റോമിലെത്തുന്ന സമയത്ത് ഇന്നസെന്റ് മൂന്നാമൻ മാർപ്പാപ്പയുമായി സംസാരിച്ച് അതിൻ്റെ ഔദ്യോഗിക അനുവാദങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കലായിരിക്കുന്ന സമയത്ത് 1198 നവംബർ 25-ാം തീയതി ഇന്നസെന്റ് മൂന്നാമൻ മാർപ്പാപ്പ വിശുദ്ധ കാതറിൻ്റെ തിരുനാളിൻ്റെ അന്ന്
വിശുദ്ധ ജോൺ ദമാത്തയോടും സഹസ്ഥാപകനായ വിശുദ്ധ ഫെലിക്സിനോടുമൊപ്പം ബലിയർപ്പിക്കുന്ന അതേ ബലിയിലും മാർപ്പാപ്പയ്ക്കും ഇതേ ദർശനം നൽകിക്കൊണ്ട് സഭയുടെ അനുമതികളൊക്കെ എളുപ്പമാക്കി തീർക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച വിശുദ്ധ ജോൺ ദമാത്ത അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ ഒരു ദാസനായി തീർന്നു. സഭയുടെ ആരംഭവും ഇന്ന് പരിശുദ്ധ സഭയുടെ ഉത്ഭവം വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. കാരണം അദ്ദേഹം വിശുദ്ധ കുർബാനയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ സ്രോതസ്സും ശക്തിയും അനുഭവവും ഒക്കെ ഈ വിശുദ്ധ കുർബാനയിൽ നിന്നായിരുന്നു. അടിമകളിൽ ഈ വിശുദ്ധ കുർബാനയെയാണ്, ഈ ക്രിസ്തുവിനെയാണ് അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിച്ചത്. തൻ്റെ പ്രവൃത്തി മേഖലകളിലൊക്കെ ക്രിസ്തുവിനെ കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചതും ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ചെലവഴിച്ച നിമിഷങ്ങളായിരുന്നു. ക്രിസ്തുവിനോടൊപ്പമായിരുന്നു കൊണ്ട് പ്രവർത്തന മേഖലകളിലും ശുശ്രൂഷാ മേഖലകളിലുമൊക്കെ ക്രിസ്തുവിനെ കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ ദാസനായി തീരുകയാണ്. മൂന്നാമതായി വിശുദ്ധ ജോൺ ദമാത്ത തികഞ്ഞ ഒരു മരിയ ഭക്തനായിരുന്നു. രോഗാതുരനായി കിടന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ബ്രദർ നിക്കോളാസ് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ഒരു തിരുസ്വരൂപം കൊണ്ടുവച്ചുകൊണ്ട് പറയുന്നുണ്ട്, ബ്രദർ ജോൺ, ഇതാ അങ്ങയ്ക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യമെന്ന്. ഉടനെ തന്നെ അദ്ദേഹം പറയുകയാണ്, തൻ്റെ വിമോചന പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹത്തെ സഹായിച്ചത് പരിശുദ്ധ കന്യകാമാതാവായിരുന്നു. എന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുമായിരുന്നു. തൻ്റെ പ്രവർത്തന മേഖലകളിൽ, പ്രത്യേകിച്ച് മിഷൻ പ്രവർത്തനങ്ങളിലൊക്കെ അമ്മയുടെ സാന്നിധ്യം അദ്ദേഹത്തിന് ശക്തമായി അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുക. കടൽ കൊള്ളക്കാർ അദ്ദേഹത്തിൻ്റെ കപ്പലിനെ കീഴടക്കിയപ്പോഴും വമ്പൻ കൊടുങ്കാറ്റുകളും തിരമാലകളുമൊക്കെ നൗകയെ കീഴടക്കിയപ്പോഴും തളർത്തിയപ്പോഴുമൊക്കെ അമ്മയുടെ സാന്നിധ്യം എന്നും അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടത്രേ. വിമോചന പ്രസ്ഥാനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത് ഈ അമ്മ തന്നെയാണ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ സഹായിച്ചതും അനുഗ്രഹിച്ചതുമൊക്കെ. അതിനാൽ പരിശുദ്ധ തൃത്വസഭ ഇന്ന് പരിശുദ്ധ കന്യകാ മറിയത്തെ അവർ ലേഡി ഓഫ് ഗുഡ് റെമഡി, നല്ല പ്രതിവിധിയുടെ അമ്മയായി കരുതുന്നു. അദ്ദേഹം ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തിയതും ഇതുതന്നെയാണ്. എല്ലാ ശനിയാഴ്ചയും മാതാവിനോടുള്ള പ്രത്യേക അനുസ്മരണാർത്ഥം ബലിയർപ്പിക്കണമെന്നും പ്രത്യേക പ്രാർത്ഥനകൾ ചെല്ലണമെന്നൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്, മാതാവിനോട് എന്നും ചെല്ലേണ്ട പ്രാർത്ഥന. അത് ഇപ്രകാരമാണ്: പരിശുദ്ധ പിതാവിൻ്റെ പുത്രി നിനക്ക് സ്തുതി, ദൈവകുമാരൻ്റെ പുണ്യജനനി നിനക്ക് സ്തുതി, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി നിനക്ക് സ്തുതി, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വിശുദ്ധ പാത്രമേ നിനക്ക് സ്തുതി. തൻ്റെ ജീവിതം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നുകൊണ്ട് മരിയ ഭക്തനായി തീർന്ന വിശുദ്ധ ജോൺ ദമാത്ത ഈ കാലഘട്ടത്തിന് തന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും വലിയ അനുഗ്രഹമായി, പ്രചോദനമായി നിലകൊള്ളുകയാണ്. നാലാമതായി വിശുദ്ധ ജോൺ ദമാത്ത അടിമകളുടെ വിമോചകനായിരുന്നു. ചന്തസ്ഥലത്തും വയൽവരമ്പുകളിലും കാണപ്പെടുന്ന നാൽക്കാലി മൃഗങ്ങളെക്കാൾ ഒട്ടും മെച്ചപ്പെട്ടവരായി ആരും അടിമകളെ കരുതാതിരുന്ന കാലം. മനുഷ്യനെ മൃഗമായും കച്ചവട വസ്തുവായും കണ്ടിരുന്ന കാലം. മാനുഷികതയ്ക്ക് മൃഗീയതയേക്കാൾ മേന്മ കൽപ്പിക്കാതിരുന്ന അന്ധകാരവൃതമായിരുന്ന 12-ാം നൂറ്റാണ്ട്. ബാലനായ ജോൺ തൻ്റെ ഉറ്റ സുഹൃത്തായ അൽബൻസറിനെ സഹായിക്കുന്ന രംഗം നാം കാണുന്നുണ്ട്. ബോ പ്രഭുവിൻ്റെ അടിമയായി അൽബൻസർ ജോലി ചെയ്യുകയായിരുന്നു. അവൻ്റെ ജീവിതത്തിലെ തിക്താനുഭവങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും യാതനകളെക്കുറിച്ചും ഒക്കെ കേൾക്കുന്ന ബാലനായ ജോൺ അലിവ് തോന്നി സ്വന്തം കുതിരയെ അവന് വേണ്ടി വിൽക്കുകയാണ്, അവനെ മോചിപ്പിക്കുവാൻ. അവിടെ നിന്നായിരുന്നു ജോണിൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങളുടെയും അടിമകളോടുള്ള സ്നേഹപ്രവർത്തനങ്ങളുടെയും ഒക്കെ ആരംഭം. ജോൺ പഠിക്കുന്ന കാലത്ത് ഒരു ഉല്ലാസ യാത്രയ്ക്ക് മർസയിൽ ചെല്ലുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ക്രിസ്ത്യാനികളായ കുറേ പേർ മൂരന്മാരായ അടിമകളെ പീഡിപ്പിക്കുന്ന രംഗം. ഇത് കണ്ട് മനസ്സലിഞ്ഞ് ആ ക്രിസ്ത്യാനികളുടെ അടുക്കൽ ചെന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഹേ മനുഷ്യരെ, അവരും മനുഷ്യരല്ലേ എന്ന്. ക്രിസ്തു പഠിപ്പിച്ചത് ഇതാണോ? ക്രിസ്തു നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇതാണോ എന്നുള്ളതായിരുന്നു ജോൺ അവരോട് ചോദിച്ച ചോദ്യം. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയിലും നാം ഇതേ രംഗം തന്നെ, ഈ അനുഭവം തന്നെ കാണുന്നുണ്ട്. അദ്ദേഹം പ്രഥമ ബലി അർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടാകുന്ന ദിവ്യ ദർശനത്തിൽ
യേശു വ്യക്തമായി ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പദ്ധതികൾ കാണിച്ചു കൊടുക്കുകയാണ്. അടിമകളെ പരസ്പരം കൈമാറുന്ന കാഴ്ച. അധകൃതരെയും അവഗണിക്കപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒക്കെ സ്വന്തമാക്കാനുള്ള ഒരു വിളിയായിരുന്നു ദിവ്യരക്ഷകനായ ദിവ്യവിമോചകനായ ക്രിസ്തു അദ്ദേഹത്തിന് നൽകിയത്. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ അടിമകൾക്ക് വേണ്ടിയായിരുന്നു. ഒന്നും ചിന്തിക്കാതെ, ഒന്നും അന്വേഷിക്കാതെ അദ്ദേഹം അടിമകൾക്ക് വേണ്ടി പുറപ്പെടുന്ന രംഗമാണ് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അടിമകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അദ്ദേഹം വ്യയം ചെയ്യുകയാണ്. അടിമകളെ മോചിപ്പിക്കുവാൻ അദ്ദേഹം ആദ്യം ഇറങ്ങിച്ചെല്ലുന്നത് ആഫ്രിക്കയിലേക്കായിരുന്നു. പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാർപ്പാപ്പ നൽകിയ ഒരു കത്ത് മാത്രം. ഇതുമായാണ് മൂറന്മാരുടെ അടുക്കിലേക്ക് അദ്ദേഹം ചെല്ലുന്നത്. അവിടെ ചെല്ലുന്ന അദ്ദേഹം അടിമകളെ കൽത്തുറങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. അടിമകളെ വിമോചിപ്പിക്കാനായി ചില സമയങ്ങളിൽ അടിമകളുടെ സ്ഥാനത്ത് തൃത്വസഭാ അംഗങ്ങൾക്ക് പോലും നിൽക്കേണ്ടതായ അനുഭവവും ഉണ്ടായിരുന്നു. അടിമകളെ മോചിപ്പിക്കുവാനുള്ള സാമ്പത്തികമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നൽകിയിരുന്നത് നിരവധി ഉപകാരികളായിരുന്നു. വചനപ്രഘോഷണത്തിലൂടെ അദ്ദേഹം ജനഹൃദയങ്ങൾ കവരുകയും അടിമകളെ വിമോചിപ്പിക്കുവാനുള്ള പ്രസ്ഥാനങ്ങൾ ആക്കം കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന രംഗം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. കിട്ടുന്ന സമ്പത്ത് 3 ഭാഗിക്കണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. തേഴ്ഷ്യ പാഴ്സ് എന്നാണ് അതിന് പറയുക. കിട്ടുന്നതൊക്കെ 3 ഭാഗിക്കുക. ഒരു വിഭാഗം അടിമകളുടെ മോചനത്തിന്, 2ാമത്തെ ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, രോഗികൾക്കും അശരണർക്കും, 3ാമത്തെ ഭാഗം സഭാംഗങ്ങളുടെ നിലനിൽപ്പിന്. തൻ്റെ ജീവിതം മുഴുവനും ഈ അടിമകൾക്ക് വേണ്ടി സമർപ്പിച്ചതായിരുന്നു. അവസാനം അദ്ദേഹം മരണാസന്ന